സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് ശ്രീ ജ്യോതി സാറുമായി കൊറോണയ്ക്ക് മുമ്പ് ഒരു ഗോവൻ യാത്ര ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിൻ്റെ ചില ഓർമ്മകളാണ് ഞാനിവിടെ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഗോവയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുത്തെ ആ കടലിൻ്റെ ഒരു മനോഹാരിതയാണ് എൻ്റെ മനസ്സിൽ നിന്നും ഒരു നല്ല ഓർമ്മയായിട്ടുള്ളത്. ടാൽക്കം പൗഡറിൻ്റെ മർദ്ദവുമുള്ള മണലാണ്. തിരകളൊട്ടും തീരെയില്ലാത്ത മനോഹരമായ പരന്ന കടൽ, അതൊരു പ്രത്യേകതയാണ്. നിങ്ങളിൽ മിക്കവരും ഗോവയിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ അരോചകമായി തോന്നാം. എങ്കിലും ഇതുവരെ പോവാൻ സാധിക്കാത്തവർക്ക് ഇതൊരു ചെറിയ ഇൻഫർമേഷൻ ആകട്ടെ എന്നാണ് എൻ്റെ ഒരു ചിന്ത. മറ്റൊന്ന്, തെക്കൻ ഗോവയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. 1-2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, മുട്ടിന് മുട്ട് കള്ള് ഷാപ്പുകളാണ്. കള്ളെന്ന് പറയുമ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഇറക്കുമതി ചെയ്ത വിദേശ മദ്യവും ഒക്കെയാണ്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ പോലെ ഇത്രയും മുട്ടിന് മുട്ട് വിദേശ മദ്യ ഷാപ്പുകൾ ഉണ്ടായിട്ടും ഒറ്റ കുടിയനെ പോലും പുലഭ്യം പറഞ്ഞ് വഴിയോരത്ത് കാണുകയോ മദ്യ ഷാപ്പിന് മുന്നിൽ വിവസ്ത്രനായിട്ടോ പുലമ്പിക്കൊണ്ട് അതിൻ്റെ മുന്നിൽ കിടക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞങ്ങളാരും ഈ യാത്രാവേളയിൽ കാണുകയുണ്ടായില്ല. അതൊരു പ്രത്യേകതയായി തോന്നി. കാരണം കുടിയന്മാരുടെ ഒരു പരാക്രമവും ഗോവയിൽ ആർക്കും കാണുക സാധ്യമല്ല. പക്ഷേ മുട്ടിന് മുട്ട് വിദേശ മദ്യ ഷാപ്പുകൾ പ്രവർത്തിക്കുന്നു, മാന്യമായി വാങ്ങുന്നു, അവർ മദ്യപിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മദ്യ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ബീവറേജസിൻ്റെ കടയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമ്മുടെ സംവിധായകർക്ക് എളുപ്പമാണ്. കാരണം ആദ്യം കടയ്ക്ക് മുന്നിലൊരു കുടിയൻ്റെ ജൽപ്പനമോ അതിൻ്റെ താഴെ ഓടയിൽ ഒരു കുടിയൻ വിവസ്ത്രനായിട്ടോ പകുതി വസ്ത്രത്തിലോ കിടന്ന് മുരളുന്നതോ ഒക്കെ അയാൾക്ക് സംവിധായകനെ കാണിക്കേണ്ടി വരും. കാരണം ഇതൊരു ഷാപ്പാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത്രയും വിവരങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ഗോവയിലാണ് ഈ മദ്യ ഷാപ്പ് ചിത്രീകരിക്കുന്നതെങ്കിൽ സംവിധായകന് ഈ പൊടിക്കൈയുടെ ആവശ്യമില്ല എന്ന് ചുരുക്കം. പിന്നെ അവിടുത്തെ ആ കടലിൻ്റെ മനോഹാരിത പറഞ്ഞു, അതൊരു നല്ല കാര്യമാണ്. പിന്നെ അവിടെ വാങ്ങുന്ന ഇപ്പോൾ ഫെനി എന്നൊരു അവിടുത്തെ പരമ്പരാഗത മദ്യ ഇനമുണ്ട്. അതായത് കശുമാവിൽ നിന്നും തയ്യാർ ചെയ്യുന്നത്. പിന്നെ തേങ്ങയോ കരിക്കിൽ നിന്നോ തയ്യാർ ചെയ്യുന്ന ഒരു മദ്യവും ഉണ്ട്. എങ്കിലും ഫെനി എന്ന് പറയുന്ന കശുമാവിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന മദ്യത്തിനാണ് ഡിമാൻഡ് കൂടുതൽ. ഇവിടെ ഇപ്പോൾ നമ്മൾ മറ്റു ഭാഗങ്ങളിലൊക്കെ ഈ സംസ്ഥാന അതിർത്തികളിൽ മദ്യ ഷാപ്പുണ്ടാവും. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മദ്യ ഷാപ്പിൽ നിന്നും വാങ്ങി ഒരു 5 മീറ്റർ നടക്കുമ്പോൾ അടുത്ത സംസ്ഥാനമായി. അപ്പോൾ അവിടുത്തെ പോലീസ് ഈ വാങ്ങിക്കൊണ്ടു പോകുന്നവരെ പൊക്കുകയായി. കാരണം നിങ്ങൾ മറ്റേ സംസ്ഥാനത്ത് നിന്നല്ലേ വാങ്ങുന്നതെന്ന കാരണം കാണിച്ച്. അപ്പോൾ അതൊരു കുടിയന്മാരോടുള്ള അല്ലെങ്കിൽ മദ്യത്തെ ഇഷ്ടപ്പെടുന്നവരോടുള്ള ഒരു ദ്രോഹമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മളൊരു നല്ല ചികിത്സ വേണ്ടി വരുമ്പോൾ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിലക്കുകളൊക്കെ ലംഘിച്ച് പല ഭാഗങ്ങളിലും ഏറ്റവും അടുത്തുള്ള നല്ല വൈദ്യസഹായം കിട്ടുന്ന ആശുപത്രിയിലാണ് പോകുന്നത്. അപ്പോൾ മദ്യത്തിനും ഇതുപോലെ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തണം എന്നാണ് പല കുടിയന്മാരുമായി സംസാരിച്ചപ്പോൾ എനിക്ക്
മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കുടിയൻ എന്ന വാക്ക് നല്ല അതിൻ്റെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗോവയിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന മിക്കവരും പോയിട്ടുണ്ടാവും. പോകാത്തവർ ഒരിക്കലെങ്കിലും പോവുക. മദ്യപാനികൾക്കും മദ്യം ഇഷ്ടപ്പെടാത്തവർക്കുമൊക്കെ ഗോവ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അവിടെ കുടിയന്മാരുടെ ഒരു പരാക്രമവും ഊച്ചാളി പെരുമാറ്റങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.